ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ പുകഴ്ത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ലേഖനം. കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങളുണ്ടായിട്ടും ഭരണഘടനാ ചുമതല നിർവഹിക്കാൻ ഗവർണർ തയ്യാറായെന്ന് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഉമേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് MV ഗോവിന്ദൻ ലേഖനത്തിൽ പറയുന്നത്? നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കുകയും അതിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കൃത്യമായി വായിക്കുകയും ചെയ്ത പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ പ്രശംസിച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ്റെയും ഈ നയപ്രഖ്യാപനവും അടിമുടി മാറുന്ന കേരളം എന്ന പേരിൽ എഴുതിയ ലേഖനത്തിൽ പരാമർശിക്കുന്നത്. മുൻ ഗവർണറെ പോലെ 1.5 മിനിറ്റിലല്ല നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമീപനം അത് തുറന്നെഴുതിയിട്ട് പോലും അത് പൂർണ്ണമായി വായിക്കാൻ പുതിയ ഗവർണർ തയ്യാറായി. അത് പ്രതീക്ഷ നൽകുന്നതാണ്. മുൻ ഗവർണറെ പോലെ 1.5 മിനിറ്റിൽ പ്രസംഗം വായിച്ച് അവസാനിപ്പിക്കുകയല്ല ഉണ്ടായത്. എന്തായാലും അദ്ദേഹം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത 1.5 മിനിറ്റിൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് അവസാനിപ്പിച്ച നടപടി അത് ഉടനൊന്നും മറക്കാൻ കഴിയില്ല എന്നും ഈ ലേഖനത്തിൽ പറയുന്നു. ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പുതിയ ഗവർണറെ പ്രശംസിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാര്യയും നേരിട്ട് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു. സൗഹൃദ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു കണ്ടത്. ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുഴുവൻ വായിക്കുമോ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഏത് രീതിയിൽ എടുക്കും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായി നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിച്ചു. അതോടുകൂടി ഒരുപക്ഷെ സർക്കാർ ഗവർണർ പോരിന് ഒരു പരിധിവരെ അയവ് വന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള മാധ്യമ വിമർശനങ്ങളെയും ഈ ലേഖനത്തിൽ തള്ളുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.